ആന എനിക്ക് പേടിയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കട്ടെ. ട്രിവാൻഡ്രം ഡ്യൂഡിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നുള്ളത് തൃപ്പരപ്പിലാണ്. തൃപ്പരപ്പ് നമുക്ക് ഗോദാവരി റിവർ, ഓക്കെ, ആ ഗോദാവരി റിവറിൽ നിന്ന് നേരെ നമുക്ക് അങ്ങോട്ട് പോകുന്നത് തൃപ്പരപ്പ് വാട്ടർഫോൾസിലാണ്. അപ്പോൾ ഇത് വന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്ക് നേരെ 53 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ടിൽ നമുക്ക് എത്താം. ഇത് കന്യാകുമാരിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് കുളിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു വാട്ടർഫോൾസ് ഉണ്ടെങ്കിൽ അത് തൃപ്പരപ്പ് വാട്ടർഫോൾസാണ് ഗൈസ്. നമുക്ക് കുറ്റാലം എന്ന് പറയുന്ന പോലെ തന്നെ കന്യാകുമാരിയുടെ കുറ്റാലമാണ് ഈ തൃപ്പരപ്പ് വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത് നമ്മൾ തൃപ്പരപ്പിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അതുപോലെ നല്ല അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടായ നെട്ട അഥവാ ചിറ്റാ ഡാമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഗായ്സ് തൃപ്പരപ്പ് വാട്ടർഫോൾസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൊളി മച്ചാനെ പൊളി. ഈ ലോങ് വ്യൂ നോക്കിയേ, കിഡിലല്ലേ? താഴെ ഒത്തിരി പേരൊന്ന് കുളിക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റും. ഗാർഡനിങ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ ഒക്കെ വന്നിട്ട് അടിപൊളിയാണ് ഗായ്സ്. നമുക്ക് ലോങ് വ്യൂ ഉണ്ടോ. അതുപോലെ നമുക്ക് സെക്യൂരിറ്റീസിൻ്റെ കാര്യത്തിൽ ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം പോലീസൊക്കെ വോക്കിട്ടൊക്കെ പിടിച്ചൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്, അവിടെ വാച്ചൊക്കെ ചെയ്തിട്ട് നിൽപ്പുണ്ട്. നമുക്ക് കണ്ടോ, ഇവിടെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഒരു പോസ്റ്റിൽ നമുക്ക് ലൈറ്റൊക്കെ കാണാൻ പറ്റും. നൈറ്റ് ആയാലും ഇവിടെ അടിപൊളി വ്യൂ ആയിട്ട് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് അടിപൊളി തെങ്ങുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാംബൂ സ്റ്റിക്കൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുള്ള നമുക്ക് കൈപ്പിടികളും ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാനായിട്ട് പറ്റും. ഒത്തിരി പേര് വയസ്സായവരും അതുപോലെ കുഞ്ഞു പിള്ളേരും ഒക്കെ ഒത്തിരിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഡെയിലി ഇവിടെ വരുന്നുണ്ട് ഗായ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാട്ടർഫോൾസ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഈ ഒരു ചെറിയൊരു വാട്ടർഫോൾസിലേക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 5-10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ നമുക്ക് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് എൻജോയ് ചെയ്യാനായിട്ട്. വീക്കെൻഡിലൊക്കെ ഞാനിവിടെ കുറച്ച് നേരമൊക്കെ വന്നിരിക്കാറുണ്ട്. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അതുപോലെ ഒത്തിരി പിള്ളേരും ഒത്തിരി പേര് വന്ന് ഇവിടെ എൻജോയ് ചെയ്യാൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ലോങ് വ്യൂ ഒന്ന് നോക്കിയേ, ആ വെള്ളം ഇങ്ങനെ വരുന്നത് നമുക്ക് എത്ര നോക്കിയിരുന്നാലും അടിപൊളി. ഈ ഒരു വ്യൂ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നത്. പിന്നെ മാക്സിമം ആൾക്കാർ കുളിക്കാനായിട്ട് കണ്ടോ, ദൂരെ നമുക്ക് ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതുമാത്രമല്ല അവിടെ താഴെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാനായിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കളിക്കുന്ന ഒരു ചെറിയൊരു പാർക്ക് പോലെ ഇവിടെയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അപ്പുറത്ത് വേറെ പാർക്കുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ആദ്യം ഇവിടുത്തെ ഒരു കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. നമുക്ക് എന്തായാലും കുറച്ച് താഴെ ഇറങ്ങി നമുക്ക് നോക്കാം. കണ്ടോ, താഴത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇവിടെ ഇറങ്ങി ഒത്തിരി പേര് കുളിക്കാനായിട്ട് ഇവിടെ വരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ എത്ര ആൾക്കാരവിടെ നിൽക്കുന്നതെന്നുണ്ടോ. ഇന്ന് ജാനുവരി 1 ഗൈസ്. ഈ ദിവസത്തിൽ ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ടോ, താഴെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെ ഒത്തിരി കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. പക്ഷേ കുഞ്ഞു പിള്ളേർ മാത്രമല്ല, നല്ല അടിപൊളി യങ്സ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് ചാടി നീന്തി കുളിക്കാറുണ്ട്. അവിടെ നിന്ന് കുളിച്ചിട്ട് ഇവിടെ ഓടി വന്ന് ചാടി കുളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കുളിക്കുന്നില്ല, പക്ഷേ ഞാൻ എന്തായാലും എൻജോയ് ചെയ്ത് നിങ്ങൾക്കൊന്ന് ഈ സ്ഥലം പരിചയപ്പെടുത്താനാണ് ഇങ്ങോട്ട് വന്നത്. കണ്ടോ, ഏറ്റവും അടുത്തുള്ളൊരു വ്യൂ ആണ് ഗൈസ്. കുളിക്കുന്ന സ്പോട്ടാണിത്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയി എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടോ. ആ വീഡിയോയിൽ നമുക്ക് അവിടെ ഒരു ടെമ്പിൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ കുളിക്കുന്നവർ ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് ഉണ്ടോ, നല്ല ഫോഴ്സിലായി വെള്ളം പോകുന്നത്. ഇവിടെ നമുക്ക് അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറുപ്പൊക്കെ നമുക്കിവിടെ കാണാം. നല്ല കോൺക്രീറ്റിൽ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളം അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒത്തിരി പാറകളും ഒത്തിരി പച്ചപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ് ഇവിടെ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ ദൂരെ നമുക്കൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. പിന്നെ മണ്ടയ്ക്ക് മുന്നേ അതുവഴി പോകാനായിട്ടൊക്കെ പറ്റും. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ നമുക്കിവിടെ കണ്ടോ, ഒത്തിരി പേര് ഇവിടെ കുളിക്കുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിൽ.
പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനായിട്ട് ചെറിയൊരു ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വലുതായിട്ടൊന്നുമല്ല, കത്തി റേറ്റൊന്നുമല്ല, എന്നാലും ഇവിടെ കുളിച്ചിട്ട് അവിടെ പോയി കുളിക്കുന്നവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ല, ഒത്തിരി പേര് വന്ന് ചാടത്തില്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെ ഒരു ചെറിയൊരു റേറ്റ് വെച്ചിട്ടുണ്ട് അവിടെ കുളിക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് അവിടെ അപ്പുറത്ത് പോയി ചിൽഡ്രൻസ് പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കയറണം. അതായത് അപ്പുറത്ത് വഴി വേറെ വഴി നമ്മൾ ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ മേൽഭാഗം നമ്മൾ എന്തായാലും പോയി കാണുന്നതാണ്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വ്യൂ ആണ്. കാരണം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഫ്രണ്ട് പൊസിഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും. കാരണം ഇവിടെ കുളിച്ചിട്ട് ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടി ഇവിടെ ഫുള്ള് വെള്ളമായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇതല്ല ഗായ്സ്, ഇതിനേക്കാളും വെള്ളം വരുന്ന ടൈമിൽ ഇതുവഴിയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകാറുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വന്ന് ഷൂ ഒക്കെ ഇട്ടിട്ട് ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി പോകും. കണ്ടോ, ഇവിടെ നമുക്ക് ഒത്തിരി പേര് കാണാം. ദൂരെ നമുക്ക് പാർക്ക് കാണാം. ഇതാണ് ഗായ്സ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. കണ്ടോ, തൃപ്പരപ്പ് വാട്ടർഫോൾസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും വാട്ടർഫോളിൻ്റെ. നമുക്ക് എന്തായാലും ആ ഒരു പാർക്കിലോട്ട് നമുക്ക് എൻ്റർ ആവാം. എങ്ങനെയാണ് അവിടുത്തെ ഒരു വ്യൂ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ കയറുമ്പോൾ ഒത്തിരി വലിയ ആൾക്കാരും നിൽക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി നിൽപ്പുണ്ട്. അയ്യോ, ഒന്ന് നോക്കി. ഓക്കെ, നമുക്കങ്ങനെ നേരെ നടക്കാൻ ദൂരെ നമുക്കൊരു ഫൗണ്ടനെ കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. ഇപ്പോൾ ഒരു സീസൺ ടൈമിൽ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നുമായിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓൺ ചെയ്തിടത്തില്ലേ ഇതൊന്നും. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ബാംബൂ സ്റ്റിക്കൊക്കെ വെച്ചിട്ടുള്ള ചെറുപ്പൊക്കെ നമുക്ക് കാണാം. അതിനപ്പുറം പോകാതിരിക്കുന്നത്, അതിനപ്പുറം ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ഭാഗമാണ് അതൊക്കെ. കണ്ടോ, ഒത്തിരി പിള്ളേരൊക്കെ ഇരുന്ന് ആ സൈക്കിൾ പോലെ ഉള്ള സംഭവമൊക്കെ ചവിട്ടി കളിക്കുന്നുണ്ട്. പക്ഷേ മുന്നേ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ ചിറക്കി കളിക്കുന്ന ആ സംഭവമൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ ഒരുപാട് വരുന്നത് കൊണ്ടായിരിക്കാം ആ ഇമ്പ്രൂവ്മെൻ്റൊക്കെ നല്ലതായിട്ട് തോന്നി. ഇവിടെ കണ്ടോ, ഒരു കുഞ്ഞിനെ ആ കൊച്ചിൻ്റെ പപ്പ കളിപ്പിക്കുന്ന ഒരു സീനറിയൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ആ കുഞ്ഞൊന്ന് പതുങ്ങി, വേണ്ട എന്നെ വീഡിയോയിൽ കാണിക്കണ്ട എന്നുള്ളൊരു മുഖഭാവമാണ്. സാരമില്ല, നമ്മളെന്തായാലും കണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുഞ്ഞു പിള്ളേർക്കും ഇവിടെ ആ ഒരു പാർക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് കപ്പിൾസൊക്കെ വന്ന് ഇവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ തന്നെ ഒത്തിരി പേരെ കാണാൻ പറ്റും. അത് അടിപൊളിയായിട്ടുള്ളൊരു ഫൗണ്ടൻ നമുക്കിവിടെ കാണാം. എന്തായാലും ഈ ഒരു സെറ്റപ്പ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഒത്തിരി പേര് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞു പിള്ളേരൊക്കെ അവിടെ ഓടി അവർ കഷ്ടമില്ലാണ്ട് കിടന്ന് കളിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം, അവിടെ നിന്നുള്ള വെള്ളം വരുന്ന ഒരു സ്ഥലമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ വീണ്ടും എന്തിനായി സ്വിമ്മിംഗ് പൂൾ കാണിക്കുന്നതെന്ന്. പക്ഷേ ഇതിനകത്തൊരു സംഭവമുണ്ട് ഗായ്സ്. നിങ്ങൾ ആരെങ്കിലും കുളിക്കുമ്പോൾ കണ്ണാടി വയ്ക്കാറുണ്ടോ? ഇത് കണ്ടോ, 2-3 പേര് കുളിക്കുന്ന ടൈമിൽ കണ്ണാടി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അവർ അങ്ങനെയാണ് കുളിക്കുന്നത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന 3 പേരും അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യാനാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ചിരി കണ്ടോ, കിടിലായിട്ടുണ്ട്. എന്തായാലും പൊളിച്ച്. പക്ഷെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണത്തില്ല, അതുകൊണ്ട് ഞാൻ വെക്കത്തില്ല കുളിക്കുമ്പോൾ. ആ കൂളിംഗ് ഗ്ലാസിൻ്റെ സംഭവം എന്തായാലും നല്ലൊരു കൗതുകകരമായിട്ട് തന്നെ തോന്നി. അപ്പോൾ നമുക്ക് അതൊക്കെ വിടാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് നമ്മൾ എൻട്രൻസിൽ തന്നെ ഒരുപാട് ഷോപ്സൊക്കെ നമുക്കിവിടെ കാണാം.
ഒരുപാട് തുണി ഐറ്റംസ് ആയാലും തന്നെ സ്റ്റേഷനറി ഐറ്റംസ് ആയാലും തന്നെ ഒത്തിരി സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അതുപോലെ കണ്ടോ ഇവിടെ ഒരുപാട് ബാർഗെയിനിങ് ആൾക്കാർ ചെയ്ത് തുണികളൊക്കെ ഇവിടെ മേടിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഒത്തിരി പേര് ഇവിടെ വന്ന് നമുക്ക് വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് കണ്ണാടികളും തുണികളും ഒക്കെ ഇവിടെ തന്നെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിനൊക്കെ എത്രത്തോളം ആയുസ് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, അതിനൊന്നും ഞാൻ ഗ്യാരൻറ്റീഡ് അല്ല. ഓക്കെ, എല്ലാം ചൈന ഐറ്റംസൊക്കെ ആയിരിക്കും. എന്തായാലും ഇവിടെ ഉള്ളവർക്ക് ഇതുകൊണ്ട് നല്ലൊരു ബിസിനസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ. അടിപൊളി കൂളിംഗ് ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ നല്ല ലക്ഷറി ലുക്കുള്ള കിടിലം കൂളിംഗ് ഗ്ലാസ്സൊക്കെ നമുക്കിവിടെ അവർ വിൽക്കുന്നുണ്ട്. സൺ ഗ്ലാസ്സൊക്കെ നമുക്കിവിടെ കാണാനായിട്ട്, പിന്നെ ഒരുപാട് കുഞ്ഞു പിള്ളേരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഇവിടെ കാർ പാർക്കിങ്ങിന് നല്ല സൗകര്യമുണ്ട്. ഇവിടെ ഒത്തിരി കാറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കാറ് മാത്രമല്ല, ടൂറിസ്റ്റ് ബസ്സുകളുമായാലും വലിയ വലിയ വണ്ടികളായാലും ഇവിടെ ഒത്തിരി പേര് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ തന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃപ്പരപ്പ് വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. നമുക്കിനി നേരെ വാട്ടർഫോൾസിൻ്റെ മേൽഭാഗത്തോട്ട് പോവാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തിനും, അതായത് ട്രിവാൻഡ്രത്തിൽ നിന്ന് വെറും 53 കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കിടിലം വാട്ടർഫോൾസ് ഉണ്ട്. നെയ്മസ് തൃപ്പരപ്പ് വാട്ടർഫോൾസ് ആണ്. അതിൻ്റെ മേൽവശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. കിടില ആനയൊക്കെ ഇവിടെ കുളിപ്പിക്കുന്ന സ്ഥലമാണ്. ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന കുളിക്കുന്ന വെള്ളമാണ് കേട്ടോ, താഴെ ആൾക്കാർ കുളിക്കുന്ന. ഇടില്ലേ, നമ്മൾ ആനച്ചേട്ടന്മാർ ചോദിച്ചു വീഡിയോ എടുത്തോട്ടേന്ന്, അവർ നല്ല അടിപൊളിയായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിടിലം കാഴ്ചകളിലേക്ക് പോകാം. ഗായ്സ് കം ഓൺ. അതന്നെ എന്തനുസരണമുള്ള ആനയല്ലേ ഗായ്സ്. ഈ ആന മാത്രമല്ല ഗായ്സ്, ഇവിടെ വേറെ 2 കിടില ആനകളും കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കാണിച്ചുതരാം. എന്താ ചാടി എൻ്റെ മോനെ. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് അതിൻ്റെ മേളുവശത്താണ്. നമ്മൾ നേരത്തെ താഴെയൊക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ ആനയൊക്കെ കുളിപ്പിക്കുന്ന ഒരു സ്പോട്ട് ഇവിടെ നമ്മൾ എപ്പോഴും വരുമ്പോഴും കാണാറുണ്ട് ആന. പക്ഷേ ആനേനെ നമ്മൾ ഇത്ര അടുത്തൊന്നും പോയി നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അവിടെ ഒത്തിരി പേര് അപ്പുറത്ത് ചാടി കുളിക്കാനായിട്ട് അവിടെ നിരന്ന് നിൽപ്പുണ്ട്. കണ്ടോ, ദൂരെ കണ്ടോ. നമ്മളെന്തായാലും അവിടെയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അതുവഴി കറങ്ങിയിട്ട് നമുക്ക് അപ്പുറത്ത് പോകാം. ആദ്യം നമ്മൾ കറക്റ്റായിട്ട് ആനയുടെ അടുത്ത് വന്നിരിക്കാൻ കേട്ടോ. ആന എനിക്ക് പേടിയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കട്ടെ. മുടി ഞാൻ ആദ്യം മുള്ളാന്നാണ് വിചാരിച്ചത്, രണ്ടാമത് മുടിയാണ് കേട്ടോ. അത് ഇവരെ തേച്ച് കുളിപ്പിക്കുന്നുണ്ട് ആനേനെ. ചേട്ടാ നിങ്ങളെ പേരെന്താണ്? മിഥുൻ. ഓക്കെ, നിങ്ങൾ ഇത് ഇവിടെ ഉള്ളതാണ്. ഓക്കെ, നിങ്ങളാണോ? പാപ്പാനാരാണ്? പാപ്പാൻ ഇവരാണല്ലേ? ഓക്കെ, ശരി. എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മൾ ആനയെ കണ്ടു. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആനയൊക്കെ നമ്മൾ കുളിപ്പിക്കുന്ന കിടിലം വെള്ളമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ താഴെ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷേ അതുമാത്രമല്ല, ഇവിടെ അടിപൊളി വ്യൂ ആണ്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടൊക്കെ പൊളിയാണ്. അതുമാത്രമല്ല ആ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി പേര് അവിടെ ചാടി മുങ്ങി കുളിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം കുറച്ച് കഴിഞ്ഞിട്ട്. അവിടെ പോയിട്ട് ആ പാലത്തിൽ കൂടെ നമുക്ക് നടന്നു വരാം, എന്നിട്ട് അങ്ങോട്ട് നമുക്ക് പോവാം. എന്തായാലും നോക്കിയോ, ആനയെ കുളിപ്പിക്കുന്ന കിടിലം കാഴ്ചകൾ. ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ ആനയെ കുളിപ്പിക്കുന്നത് കാണണം കേട്ടോ. നല്ല കിടിലം തുമ്പിക്കൈ. ഹലോ. അയ്യോ, അത് എണീപ്പിക്കുന്നു. ആന സെൽഫി. പാവം എന്നെ നോക്കുന്നുണ്ട്. പാവം, എന്ത് രസമാണ് നോക്കി. ഹലോ, ഇതിന്റെ പേരെന്താണ്? ആനയുടെ പേരെന്താണ്? പൊന്നു. പെണ്ണാന? ഓക്കെ, ആനയുടെ പേര് പൊന്നു ആണ് കേട്ടോ, പൊന്നു. നമ്മൾ അടുത്ത 2 ആനയെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ഷൂ ഒക്കെ ഊരിയിട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആന പോലെ അല്ല കേട്ടോ, കുറച്ചുകൂടെ വലിയ ആനയാണ്, ഇച്ചിരി കൂടെ ആഴമുള്ള സ്ഥലത്ത്. ഇതിൻ്റെ പേരെന്താണ്? അമ്മു. അത് പൊന്നു. ഇത് അമ്മു. വാവ്, എല്ലാം ചെറുപ്പക്കാരൻ പയ്യന്മാരാട്ടോ, നമ്മളെപ്പോലെ കിടിലം പയ്യന്മാരാണ്. അടേ
അത് കാല് വെക്കുന്നുണ്ടോ അവരങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും? തൃപ്പരപ്പ് വന്നിട്ട് നീന്തി കുളിക്കണമെന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാം. എൻ്റെ മേൽഭാഗം ഇതെവിടെയാണെങ്കിൽ മറ്റേ പോലെ ആന കുളിപ്പിക്കുന്ന വെള്ളമൊന്നുമല്ല, നല്ലൊരു വെള്ളമൊക്കെ തന്നെയാണ്. ഒത്തിരി പേര് അവിടെ നീന്തി വരുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ബോട്ടിംഗ് ഒക്കെ ഇവിടെ സെറ്റപ്പൊക്കെ ഉണ്ട്. കാരണം മറ്റേ സ്പീഡ് ബോട്ടല്ല, എന്നാലും സൈക്ലിംഗ് പോലെ കപ്പിൾസിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബോട്ടിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. ഉണ്ടോ ദൂരെ അവിടെ സ്വിമ്മിങ് കോമ്പറ്റീഷനൊക്കെ നടക്കുന്നത് നമുക്കിവിടെ കാണാം. പക്ഷേ നീന്താൻ അറിയാത്തവർ ഇവിടെ ചാടിക്കഴിഞ്ഞാൽ പണി പാളും. നല്ല ആഴമുള്ള സ്ഥലമാണ്. കാരണം എനിക്ക് അനുഭവമുണ്ട്. നല്ലോണം നീന്താൻ ഭയങ്കര സെറ്റപ്പായിട്ട് നീന്തത്തില്ലെങ്കിലും അത്യാവശ്യം നീന്തും. പക്ഷേ ഒത്തിരി നീന്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തളർന്നു പോകും. ഞാനും അതുപോലെ ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്ന് കുളിക്കുമ്പോഴൊക്കെ അങ്ങനെ മത്സരം വയ്ക്കുവാണെങ്കിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഇതും. നീന്താൻ അറിയാത്തവർ ആരായാലും സ്ട്രഗിൾ ചെയ്യുമല്ലോ. നമുക്കെന്തായാലും കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് മുമ്പ് ഞാനൊരു കാഴ്ച കണ്ടു. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവരോട്, നമുക്ക് വേണ്ടി ഒരിക്കൽ കൂടി അവർ ബാക്ക് ഫ്ലിപ്പ് ചെയ്യുമോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് നടക്കുന്നത്. എന്തായാലും അവരോട് ചോദിച്ചു നോക്കാം. എന്തായാലും അവർ പൊളിയാണ് ഗൈസ്, പൊളി. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർ ബാക്ക് ഫ്ലിപ്പ് ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് വീണ്ടും അവിടെ നിൽപ്പുണ്ട് കണ്ടോ. അവർ ഒരുപാട് പ്രാവശ്യം ചെയ്തു, പക്ഷേ നമ്മൾ ഒരിക്കൽ മാത്രമേ വീഡിയോ ആക്കിയിട്ടുള്ളൂ. അവരെല്ലാം സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അടിപൊളി കാഴ്ചകളായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലവും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ അവരുമായിട്ടുള്ള സംസാരമൊക്കെ അടിപൊളിയായിരുന്നു, അവർ അടിപൊളിയായിരുന്നു അവരുടെ സംസാരമൊക്കെ. എല്ലാവരും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വേറെ സ്പോട്ടിൽ വെച്ച് കാണുന്നവരെ ഇറ്റ്സ് മീ ബെനജോയ് സൈനിങ് ഔട്ട്. ബൈ.